ഏതൊരു മെറ്റലും അതിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിൽ ഇമ്മേഴ്സ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവരെയൊക്കെ വിളിക്കുന്ന പേരാണ് ഗാൽവാനിക് സെൽ. എന്നാൽ കോപ്പർ ഇൻ കോപ്പർ സൾഫേറ്റും സിങ്ക് ഇൻ സിങ്ക് സൾഫേറ്റിലും ഇമ്മേഴ്സ് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയും വിളിക്കുന്ന പേര് ഗാൽവാനിക് സെൽ എന്ന് തന്നെയാണ്. എന്നാൽ അവരെ സ്പെസിഫിക്കലി നമ്മൾ ഡാനിയൽ സെൽ എന്ന് വിളിക്കാറുണ്ട്. നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഗാൽവാനിക് സെല്ലുകളിലെ ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, സെൽ റിയാക്ഷൻ എന്താണ്, സെൽ പൊട്ടൻഷ്യൽ എന്താണ് എന്നൊക്കെയാണ് ചെക്ക് ചെയ്യണേ. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന അലുമിനിയം കോപ്പർ ഗാൽവാനിക് സെല്ലാണ്. ആരാണോ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ അവിടെ അത് ആനോഡായിട്ടും മറ്റത് കാഥോഡായിട്ട് ആക്ട് ചെയ്യും. ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഇവിടെ അലുമിനിയം കോപ്പർ ആരെ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ്? അലുമിനിയം കോപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അലുമിനിയത്തിൽ നിന്ന് കോപ്പറിലേക്കായിരിക്കും ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുക. ക്ലിയർ? അപ്പോൾ അലുമിനിയം എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. കോപ്പർ എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. അലുമിനിയത്തിൽ എന്ത് നടക്കും? ഓക്സിഡേഷൻ നടക്കും, ലോസിങ് ഓഫ് ഇലക്ട്രോൺ. Al3++3 ഇലക്ട്രോൺ. കാഥോഡിൽ എന്ത് നടക്കും? റിഡക്ഷൻ നടക്കും. Cu2+2 ഇലക്ട്രോൺ CH ആയിട്ട് മാറും. അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 2 വോൾട്ടാണ് വരുന്നത്. ക്ലിയർ? ദെൻ അടുത്തത് നോക്ക്, അടുത്തത് ചെക്ക് ചെയ്യുക. കോപ്പർ സിൽവർ ഗാൽവാനിക് സെല്ലാണ്. ആ കോപ്പർ സിൽവർ ഗാൽവാനിക് സെല്ല് നിങ്ങൾക്കറിയാം കോയിനേജ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ കോപ്പർ സിൽവർ ഗോൾഡ്. ആരാ മോർ റിയാക്റ്റീവ്? കോപ്പർ. ആരാ ലെസ് റിയാക്റ്റീവ്? ഗോൾഡ്. അതുകൊണ്ടല്ലേ അത് ഓർണമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ സാധ്യത വളരെ കുറവുള്ളത് കൊണ്ട് അതിൻ്റെ ഷൈനിങ് എല്ലാ കാലത്തും നിലനിൽക്കും. ക്ലിയർ? ഇനി നോക്കേ, ഇവിടെ കോപ്പറിന്ന് സിൽവറിലേക്കായിരിക്കും ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറാണ് മോർ റിയാക്റ്റീവ്. ക്ലിയർ? അപ്പോൾ കോപ്പർ എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. സിൽവർ എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. കോപ്പറിൽ എന്ത് നടക്കും? ഓക്സിഡേഷൻ. Cu2++2 ഇലക്ട്രോൺ. കാഥോഡിൽ റിഡക്ഷൻ നടക്കും. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ഗെയിനിങ്. Ag+1 ഇലക്ട്രോൺ CH Ag ആയിട്ട് മാറും. അവരുടെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 0.46 വോൾട്ട് ആയിരിക്കും. ദെൻ അടുത്തത് മാഗ്നീഷ്യം കോപ്പർ. ഇതിൽ നിങ്ങൾക്കറിയാം സെക്കൻഡ് ഗ്രൂപ്പ് മെറ്റലാണ് മാഗ്നീഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹൈലി റിയാക്റ്റീവ് ആണ് മാഗ്നീഷ്യം ദാൻ ദാറ്റ് ഓഫ് കോപ്പർ. അപ്പോൾ മാഗ്നീഷ്യം നിന്ന് കോപ്പറിലേക്കായിരിക്കും ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുക. മാഗ്നീഷ്യം എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. കോപ്പർ എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. ഇനി മാഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിക്കും. ദാറ്റ് മീൻസ് ആനോഡിലെ റിയാക്ഷൻ. കാഥോഡിലെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കോപ്പറിന് റിഡക്ഷൻ സംഭവിക്കും. Cu2+2 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഇതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ അപ്രോക്സിമേറ്റ്ലി 2.71 ആയിരിക്കും. ഇനി നോക്കണേ, ഞാൻ ഈ ഫസ്റ്റ് സെല്ലില്ലേ അലുമിനിയം കോപ്പർ സെല്ല്, അലുമിനിയം കോപ്പർ ഗാൽവാനിക് സെൽ, അതിൻ്റെ സെൽ റിയാക്ഷൻ എഴുതാൻ പോവാണ് കേട്ടോ. സെൽ റിയാക്ഷൻ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കണേ. അതിൽ ആനോഡിൻ്റെ റിയാക്ഷൻ എടുത്തു. ദാറ്റ് മീൻസ് അലുമിനിയം Al3++3 ഇലക്ട്രോൺ ആയിട്ട് മാറുന്നു. ഞാൻ കാഥോഡിൻ്റെതും എടുത്തു. Cu2+2 ഇലക്ട്രോൺ സ്വീകരിച്ച് Cu ആയിട്ട് മാറുന്നു. ഇനി നോക്ക്, ഇവിടെ 3 ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നില്ല. സൂക്ഷിക്കണേ, ഇവിടെ 3 ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് 2 വട്ടം ഇട്ട്, എന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയോ? ഈ മൊത്തം റിയാക്ഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ മൊത്തം റിയാക്ഷനെ ഇവിടുത്തെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കാന്ന് അറിയോ? 2 × 3 6 ഇലക്ട്രോൺ, 3 × 2 6 ഇലക്ട്രോൺ. രണ്ട് സൈഡിലും എന്തായി? 6 ഇലക്ട്രോൺ. അപ്പോൾ ഞാൻ അതാ ചെയ്തു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2Al. എന്നിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ആദ്യത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്തു, എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്തു. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടല്ലേ വരുന്നത്. അപ്പോൾ 3Cu, 3 × 2 6 ഇലക്ട്രോൺ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതുമ്പോൾ നോക്ക്, 2 × Al3+, 2Al3+, 2 × 3 6 ഇലക്ട്രോൺ. ഇനി ഇവിടെ 3 × 3Cu. ഈ 6 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ് അതിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ സെൽ റിയാക്ഷൻ. അതേപോലെ ഈ രണ്ടെണ്ണം വളരെ കൂളായിട്ട് നമുക്ക് എഴുതി തീർക്കാൻ പറ്റും.